നമ്മൾ ഇനി ഗുരുവിനെ, ഞാനൊക്കെ എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചത് എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ഗുരുവിൻ്റെ ദർശനം എങ്ങനെ ഉപയോഗിക്കാമെന്ന്. നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവരോട് പ്രതികരിക്കുന്ന നമ്മളുടെ നാക്കിനെ ഒരു ചെറിയ നിയന്ത്രണം കൊടുക്കാൻ കഴിയാന്നുള്ളതാണ് ഗുരുദർശനങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത്. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തെ നരകതുല്യമാക്കുന്ന അവയവം നാക്കും ചെവിയുമാണ്. രണ്ട് കാര്യങ്ങളാണ്. ചെവിയുടെ അകത്തേക്ക് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ കേൾക്കുന്നതിനെ കയറ്റിവിടാൻ. നാക്ക് കൊണ്ട് പുറത്തേക്ക് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ വാക്കുകളെ കടത്തിവിടാൻ. ഇത് രണ്ടുമാണ് സാധന എന്ന് പറയുന്നത്. സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ജപിക്കലും മന്ത്രചൊല്ലലും ധ്യാനിക്കലും അല്ല. നമ്മൾ എത്ര ജപിച്ചാലും എത്ര ധ്യാനിച്ചാലും, നീ എന്തൊക്കെ ധ്യാനം പ്രാക്ടീസ് ചെയ്താലും സ്വസ്ഥത ഉണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. ചെവിയെയും നാക്കിനെയും ശ്രദ്ധിക്കാതെ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഗുരുനിത്യ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നമ്മൾ 40 കൊല്ലം ദിവസവും പല്ല് തേച്ചാലും 41ാമത്തെ കൊല്ലം ആദ്യത്തെ ദിവസം എണീറ്റ് പല്ല് തേച്ചില്ലെങ്കിൽ വായ നാറും. നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ ദിവസം പല്ല് തേക്കുന്നുണ്ട്, ഒരു ദിവസം പല്ല് തേക്കാതിരിക്കുമ്പോൾ എന്തിനാ വായ നാറുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് നമ്മൾക്ക് അങ്ങനെ ചോദിക്കാമല്ലോ വേണമെങ്കിൽ. ഇതേപോലെയാണ് മനസ്സ്. നമ്മൾ 5000 കൊല്ലം പ്രാർത്ഥിച്ചാലും 5000 കൊല്ലം ധ്യാനിച്ചാലും 5000 കൊല്ലം ഗുരുപൂജ ചെയ്തിട്ടും ഒരു കാര്യമില്ല. രാവിലെ എണീറ്റ് ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മളുടെ മനസ്സ് നാറും, പല്ല് നാറുന്നത് പോലെ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ബ്രഷ് വേണം. കുഞ്ഞുണ്ണി മാഷ് ഗുരുനിത്യയുടെ 70ാം പിറന്നാളിന് ഏങ്ങണ്ടിയൂർ ഗുരുകുലത്തിലെ ഗുരുവിനെ കാണാൻ വേണ്ടി കുഞ്ഞുണ്ണി മാഷും കൈതപ്രവും അബ്ദുൽ സമദ് സമദാനി ഇവർ 3 പേരും കൂടി വന്നു. അപ്പോൾ ആ സദസ്സിൽ ഞാനുണ്ട്. അപ്പോൾ അബ്ദുൽ സമദ് സമദാനി വലിയ പ്രാസംഗികനാണ്. അദ്ദേഹം ഗുരു ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ഒരുപാട് പ്രസംഗിച്ചു. കൈതപ്രം വന്ന് അപ്പം തന്നെ ഒരു ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടൊരു ശ്ലോകം ഉണ്ടാക്കി ചൊല്ലി. കുഞ്ഞുണ്ണി മാഷ് ഒരു മൂലയിൽ മാറി ഒരു കസേരയിൽ ഇരിപ്പെട്ടു. അപ്പോൾ ഗുരുനിത്യ പറഞ്ഞു, സമദാനി കൈതപ്രം പറഞ്ഞതൊക്കെ ഞാൻ എന്നും കേൾക്കുന്നതാണ്. എനിക്ക് കേൾക്കേണ്ടത് കുഞ്ഞുണ്ണി മാഷ് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, നല്ല ഗുരു, ഞാൻ ഗുരുവിനൊന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാമെന്നതാണ്, ഗുരുവിനെ കേൾക്കാമെന്നതാണ്, ഞാനെന്ത് പറയാനാണ്? അതല്ല, എനിക്ക് കുഞ്ഞുണ്ണി മാഷെ കേൾക്കണം എന്ന് പറഞ്ഞ് ഗുരു അടുത്തൊരു കസേര ഇട്ട് കുഞ്ഞുണ്ണി മാഷെ വിളിച്ച് അവിടെ ഇരുത്തി. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല, പക്ഷെ ഞാനിപ്പോൾ കുറച്ച് സമാധാനത്തിലാണ് ജീവിക്കുന്നത്. ഈ ഒരു സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു കാരണം എൻ്റെ അമ്മ എനിക്കൊരു ഉപദേശം തന്നു. എൻ്റെ അമ്മ എന്നെ ഒരു ഉപനിഷത്ത് പഠിപ്പിച്ചു. ആ ഉപനിഷത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കളയാതെ കൊണ്ട് നടക്കുന്ന ഒരു ഉപനിഷത്താണ്. ആ ഉപനിഷത്തിൻ്റെ പേര് ചൂലോപനിഷത്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചൂലോപനിഷത്ത്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറയാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ 108 ഉപനിഷത്തും വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞ ഉപനിഷത്തിൻ്റെ അടുത്തൊന്നും ആ ഉപനിഷത്ത് എത്തിയിട്ടില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, നിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചൂലുണ്ടായിരിക്കണം. നിൻ്റെ മനസ്സിന് അസ്വസ്ഥത നൽകുന്ന എന്തെങ്കിലും നിന്റെ ചെവിയിലൂടെ കേൾക്കാനിടവന്നാൽ, നീ അനുഭവിക്കാനിടവന്നാൽ, ഒരു നിമിഷം പോലും കളയാതെ ഉടനെ ചൂലുകൊണ്ട് അത് അടിച്ചു കളയും. ഇനി നിന്റെ ഉള്ളിൽ
ഉള്ളിൽ നിന്നും വരും, പുറത്തു നിന്നല്ല. നിന്റെ ഉള്ളിൽ നിന്ന് അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, ഇങ്ങനെ പലതരത്തിലുള്ള കാലുഷ്യങ്ങൾ നീ പോലും അറിയാതെ നിന്റെ ബോധത്തിൽ നിന്ന് ഉണർന്നു ബുദ്ധി വരും. അപ്പോഴും ഉടനെ അത് ചൂലുകൊണ്ടടിച്ച് പുറത്താക്കണം. അതുപോലെ ലോകത്തെവിടെ ഏത് മനുഷ്യൻ ലോകത്തെവിടെയിരുന്നു നിന്റെ ബോധത്തിന് സമാധാനം തരുന്നത് പറയുന്നത് കേട്ടാൽ ഉടനെ ചൂലുകൊണ്ടടിച്ചത് അകത്താക്കണം. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്താക്കേണ്ടതിനൊക്കെ അടിച്ചകത്താക്കുകയും അകത്താക്കേണ്ടതിനൊക്കെ അടിച്ച് പുറത്താക്കുകയുമാണ്. മനുഷ്യൻ്റെ ജീവിതം ഇത്രമാത്രം അസ്വസ്ഥമായി പോയത് ഈ ചൂല് നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. ഈ പല്ല് തേക്കുന്ന ബ്രഷ് ദിവസവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിവസം എണീറ്റ് നമ്മൾ പല്ല് തേക്കുന്നു, ദിവസവും മലമൂത്ര വിസർജനം ചെയ്യുന്നു, ദിവസവും കുളിക്കുന്നു, ദിവസവും വസ്ത്രം മാറുന്നു, മരിക്കുന്നത് വരെ നമ്മൾ ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ മനസ്സിനോട് ചെയ്യട്ടെ. ഈ ബാഹ്യമായ ശരീരത്തിനോട് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് നന്നായിട്ടറിയാം, എത്ര പ്രാർത്ഥിച്ചാലും എത്ര ധ്യാനിച്ചാലും എന്ത് ചെയ്താലും പല്ല് തേച്ചില്ലെങ്കിൽ വായ നാറും, കുളിച്ചില്ലെങ്കിൽ ശരീരം നാറും. ഇത് തന്നെയാണ് നമ്മളുടെ മനസ്സ്. എപ്പോഴും ശ്രദ്ധയോടുകൂടിയിരിക്കുന്നു. എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിലാണ്, നമ്മളുടെ പ്രതികരണത്തിലാണ്. നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന ചിന്തയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, പക്ഷെ നമ്മൾ നമ്മളുടെ പ്രതികരണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് ഗുരു ഒറ്റ വരിയാണ് ഞാൻ ഇത്രയും സമയവും പറയാൻ ശ്രമിച്ചത്. അകമണയാതെ അകതാരമർത്തിടണം. കാരണം നമ്മൾ നാച്ചുറലായി അത്ര കൊള്ളാവുന്നവരല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും സമാധാനമുള്ളതായി തീരാൻ നമ്മളിലെ പ്രതികരണങ്ങളെ ശ്രദ്ധിക്കുന്നവരായി നമ്മൾ മാറണം. അതുകൊണ്ട് ഗുരു പറഞ്ഞ് അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേതിനും ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും ഒരുവാമിതേതിലും അരുളൻ പലുകമ്പമൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം അരുളുള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി അരുളില്ലയതെങ്കിൽ അസ്ഥിതോത്സിരം നാറുന്ന ഒരുടമ്പുദാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം. അരുൾ ഉപയോഗിക്കുന്നവ എന്താണ് ഈ അരുൾ? ഏറ്റവും വലിയ അരുൾ നമ്മൾ നമ്മളോട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ബോധത്തെ
ഏറ്റവും കൂടുതൽ കാലുഷ്യമുള്ളതാക്കി മാറ്റുന്ന കേൾവിയിൽ നിന്നും വാക്കിൽ നിന്നും നിയന്ത്രണം വരുത്തലാണ് ഏറ്റവും വലിയ കരുണ. നമ്മളുടെ വാക്ക് വന്നിട്ട് ഇങ്ങനെ തൊണ്ടയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ തൊണ്ടയിൽ ഒന്ന് കയറി പിടിക്കണം. പണ്ട് ശിവന്റെ തൊണ്ടയിൽ പിടിച്ചാൽ ഇത് നമ്മളോട് പറയണം, ഷൗക്കത്തെ പ്ലീസ്, ഇത് നീ പുറത്തേക്ക് വിട്ടാൽ നീ മാത്രമല്ല, നീ പുറത്തേക്ക് വിടുന്നത് കേൾക്കുന്നവർ മാത്രമല്ല, നീയും കലുഷമാവും. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് സംയമനം ചെയ്യും. അകമണയാതെ അകതാരമർത്തും. അതിനുള്ള കരുണയാണ് നമ്മൾ ഗുരുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെയാണ് നമ്മുടെ ചെവിയിലേക്ക് ദിവസം ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ ആ കുഞ്ഞുണ്ണി മാഷയുടെ അമ്മ കൊടുത്ത ചൂല് നമ്മുടെ കയ്യിലൊന്ന് എടുത്ത് പിടിച്ചിട്ട് സത്യമായി കൊള്ളട്ടെ, പറഞ്ഞു കേൾക്കുന്നത് സത്യമാണെങ്കിൽ പോലും അത് നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നതാണെങ്കിൽ ഉടനെ അത് അടിച്ചു കളയും. ആ സത്യാസത്യം നോക്കാൻ നിൽക്കരുത്, ഉടനെ അടിച്ചു കളയും. കാരണം എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ബോധത്തെ സ്വസ്ഥമാക്കി നിർത്തുക എന്നുള്ളതാണ്. എൻ്റെ ബോധത്തെ സ്വസ്ഥമാക്കി നിർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് സെൽഫ് റെസ്പെക്റ്റ്. ഒരാൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളെന്ന് പറഞ്ഞാൽ എൻ്റെ സെൽഫിനെ അസ്വസ്ഥമാവാതെ കാത്ത് സംരക്ഷിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് സെൽഫ് റെസ്പെക്റ്റ്. മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറുന്നതല്ല നമ്മൾ തടയേണ്ടത്. മറ്റുള്ളവരുടെ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതിനെയാണ് ഞാൻ തടയേണ്ടത്. അതിൻ്റെ ഒരു വാർഡ് നമ്മൾ പണിയേണ്ടതുണ്ട്. എൻ്റെ ബോധത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്നിലേക്ക് എടുക്കേണ്ടതുണ്ട്. ആ ഒരു സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കാൻ, അകമണയാതെ അകതാരമർത്തി ജീവിക്കാൻ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കി സംയമനം ചെയ്യാൻ നമുക്ക് ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ വന്നിങ്ങനെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്നോടും പറയാനുള്ളത്, നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇത്രയും സമയം വളരെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കുട്ടികളുടെ പൊട്ടി ചിരികളും കളികളും കരണ്ട് പോക്കും ചൂടും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കടന്നു വന്നിട്ടും അതിനെ ഒന്നും വേണ്ടത്ര പരിഗണിക്കാതെ ഇതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാകും. അതേ നമ്മുടെ നാരായണ ഭ്രാന്തൻ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഏറി മാറി തിരിഞ്ഞ് വട്ടം കറങ്ങി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളുടെ ബോധത്തിൽ ഗുരുത്വത്തിൻ്റെ ആ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കാനുള്ള ഒരു ശ്രദ്ധ, ആ ഒരു ആവി വൻതോണി ഈ ബോധമാകുന്ന സംസാര സാഗരത്തിൽ ഗുരുവാകുന്ന തോണിയിൽ ഗുരുത്വമാകുന്ന നാവികനായി ഗുരുവിനെ പ്രതിഷ്ഠിച്ച് സംയമനത്തോടെ കഴിയാൻ, ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി മാറ്റിവെച്ച് അവരിലും ശരികളുണ്ട്, അവരെയും ഞാൻ കേൾക്കാം, അവരെയും ഞാൻ ചേർത്ത് പിടിക്കാം എന്ന് പറയുന്ന ഒരു വിശദാന്തരംഗത്തിലേക്ക്, വിശാലമായ അന്തരംഗത്തിലേക്ക് നമ്മളെ സ്വയം ഉണർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഇങ്ങനെ വരാനും നിങ്ങൾക്കൊപ്പം ഇങ്ങനെ ചെലവഴിക്കാനും അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട്, ഗുരുത്വത്തോട് എല്ലാ സ്നേഹവും ആദരവും അർപ്പിച്ച് നിർത്തുന്നു. നമസ്കാരം.